Hi dears, welcome back to my channel. I am Ilhan. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സ് അതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇട്ട് വെച്ച് ചിലത് ഇട്ട് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ ആയി, ചിലത് 2 ആഴ്ച അങ്ങനെയൊക്കെ ആയതുണ്ട്, 2-3 ദിവസം ആയതുണ്ട്. അപ്പോൾ അങ്ങനെ റൂട്ടൊക്കെ വന്നിട്ടുള്ള കുറച്ച് കട്ടിങ്സ് നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാൻ പോവുകയാണ് ഇന്ന്. അപ്പോൾ ഞാൻ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്ലാന്റ്. ഇത് ഐറിസിൻ ബ്ലഡ് ലീഫ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഒരു 3 കട്ടിങ്സാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് റൂട്ട്സ് വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, റൂട്ട്സ് നല്ല വൈറ്റ് കളറിലുള്ള റൂട്ട്സ് ആണ്. അപ്പോൾ ഇത് ഇത്രയും റൂട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, 3 കട്ടിങ്സാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്ന ഒരു ചെടിയാണ് ഈ ഐറിസിൻ ബ്ലഡ് ലീഫ് പ്ലാന്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടി നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, സോയിലിലേക്ക് മാറ്റി നടുകയാണ്. അതേപോലെ തന്നെ വേറെ 1-2 ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് കോളിയസ് പ്ലാന്റിൻ്റെ 1-2 കട്ടിങ്സ് ഞാൻ ഇതിൽ ഇട്ടിരുന്നായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് ഇടുന്ന സമയത്ത് നിറയെ ലീഫൊക്കെ ഉണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ ഇതും ഒരു ചെറിയ കട്ടിങ്സ് ഇട്ടതാണ്. അപ്പോൾ ഇതിൽ ലീഫെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു റിമൂവറിൻ്റെ ഒരു കുപ്പിയിൽ ഞാൻ ഇട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലീഫെല്ലാം കൊഴിഞ്ഞു പോയി, പക്ഷേ ഇതിന് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മണ്ണിലേക്ക് മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ ചെടി പിടിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു ബോട്ടിലിൽ ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇതൊരു 3-4 കട്ടിങ്സ് എടുത്തിട്ടതാണ്. ഇതിൻ്റെ റൂട്ട്സ് വന്നിട്ടുണ്ട്. കണ്ടോ, നിറയെ റൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ലീവ്സ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ഇതിൽ നിറയെ കുഞ്ഞു ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുഞ്ഞു ഇലകൾ നിറയെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റി നടാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിക്കാം. ഇത് കണ്ടോ, ഇത് കഴിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന ചെറിയൊരു പൈനാപ്പിൾ ആയിരുന്നു, ഒരു കുഞ്ഞു പൈനാപ്പിൾ ആയിരുന്നു ഇത്. അപ്പോൾ അത് പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ആ ചെടിയുണ്ടല്ലോ, ആ ഒരു പ്ലാന്റ്, അത് ഞാൻ എടുത്ത് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഈ നമ്മുടെ ബോൾസ് ഉണ്ടല്ലോ, വാട്ടർ ജെല്ലിലാണ് ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഒരാഴ്ച ആയില്ല, അതിക്ക് മുമ്പ് തന്നെ ഇതിന് നിറയെ റൂട്ട് വന്നു. കണ്ടോ, പൈനാപ്പിൾ നിറയെ റൂട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ പൈനാപ്പിളിൻ്റെ ഈ ഒരു ചെടി ഇങ്ങനെ ഒന്ന് വെള്ളത്തിലിട്ട് നോക്കുന്നത്. ഇതിന് റൂട്ട് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് നോക്കിയതാണ്. പക്ഷെ ഇത് നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ മണ്ണിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ ഇത് വലുതായി ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കൊന്ന് പരീക്ഷിക്കാം. ഇതിങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് ഇതിന് റൂട്ട് വന്നതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഇതിനും റൂട്ട് വന്നിട്ടുണ്ട്. ഇതെന്തായാലും ഞാനിപ്പോൾ മാറ്റി നടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതിങ്ങനെ കുറച്ച് ദിവസം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റി നടാം. അപ്പോൾ ഈ ചെടികൾ മാറ്റി നടുമ്പോൾ നമ്മൾ മണ്ണിലേക്ക് ഇത് മാറ്റി നടുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ചെറിയ എന്താ പറയുക, ഒരു ചെറിയ കട്ടിങ്സുകളാണല്ലോ. അപ്പോൾ അധികം വലിയ ചെടിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നടാനായിട്ട് എടുക്കുന്ന ചട്ടികൾ എപ്പോഴും ചെറിയ ചട്ടികൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ചെറിയ ചട്ടികളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിൽ ഈ കട്ടിങ്സുകൾ വെച്ച് വേര് വന്ന കട്ടിങ്സുകൾ നമ്മൾ ഇതിനകത്ത് നട്ടതിന് ശേഷം ചെടി ഒന്ന് പച്ച പിടിച്ച് ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയ ഒരു ചട്ടിയിലേക്ക് നമുക്ക് റീപോർട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ വെക്കുമ്പോഴാണ് ചെടി എപ്പോഴും നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നന്നായിട്ട് വളരുള്ളൂ. ഒരു വലിയ ചട്ടിയിലേക്ക് ഒരു കുഞ്ഞു ചെടി, ഒരു ചെറിയ തൈ കൊണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൽ നിന്ന് വളമൊക്കെ വലിച്ചെടുത്ത് വളരാൻ അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ തൈയാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതേപോലത്തെ ഇത്രയും പോലത്തെ തന്നെയൊന്നല്ല, നമ്മുടെ ആ കയ്യിലിരിക്കുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ചെടിയുടെ വലിപ്പം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചെറിയ ചട്ടികളിൽ വേണം നമ്മൾ ചെടി നടാനായിട്ട്. ഒരു വലിയ ചട്ടിയിലേക്ക് കൊണ്ടുപോയി ആദ്യം തന്നെ നമ്മൾ ചെറിയൊരു കട്ടിങ്സ് ഒന്നും കൊണ്ട് നട്ട് കൊടുക്കരുത്. ആ ചെടി നമ്മൾ ചെറിയ ചട്ടിയിൽ നട്ട് അതൊന്ന് വലുതായതിനു ശേഷം നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാം. അങ്ങനെ നടുമ്പോഴാണ് നല്ല വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ പലരും ഒരു വലിയ ചട്ടിയിലേക്ക് ഇതൊക്കെ അങ്ങനെ നടുന്നത്, ഒരു വലിയ ചട്ടിയിൽ നട്ടാൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി നടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയാനുള്ള കാരണം. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ.
അപ്പോൾ നമുക്കിത് മാറ്റി നടാം. അപ്പോൾ ഞാൻ ഇതിനെടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണും മണലും ചാണകപ്പൊടിയും കൊക്കോ പീറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് നമ്മൾ എടുക്കുന്നത്. സാധാരണ ഈ ഒരു പോട്ടി മിക്സാണ് ഞാൻ എല്ലാത്തിനും തന്നെ എടുക്കുന്നത്. ഈ കോളേജ് പ്ലാന്റിനും അതുപോലെ ഐറിസൻ ബ്ലഡ് ലീഫ് പ്ലാന്റിനും ഒക്കെ ഈ ഒരു പോട്ടി മിക്സ് തന്നെ മതി. ഇവർ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നൊരു ചെടികളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊക്കോ പീറ്റ് അത്യാവശ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചട്ടിയിൽ ഡ്രെയിനേജ് ഹോള് ഉണ്ട്. അപ്പോൾ ഞാൻ അത് അടഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ ബൗൾസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടിയ ചട്ടിയുടെ കഷ്ണങ്ങളോ അതല്ലെങ്കിൽ കല്ലുകളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്ലേ ബൗൾസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഹോൾസ് അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അപ്പോൾ ഹോൾസ് അടഞ്ഞു പോവാതിരിക്കും. അതേപോലെ തന്നെ മണ്ണ് ഈ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും മണ്ണങ്ങ് ഊർന്ന് ചാടിപ്പോവാണ്ടിരിക്കും ഈ ഹോളിൽ കൂടെ. പിന്നെ ഡ്രെയിനേജും കറക്റ്റായിട്ട് നടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കല്ലോ അല്ലെങ്കിൽ ചട്ടിയുടെ കഷ്ണങ്ങളോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെടി ഇങ്ങനെ നട്ടു കൊടുക്കാം. ഇപ്പോൾ ഈ ചെടി നമ്മൾ നടുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് കുത്തി കൊടുത്താൽ അത് കവർ ചെയ്ത് പെട്ടെന്ന് വളർന്നു വരും. അതല്ലാതെ ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നല്ല ഇതിൽ വരും. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ സാധാരണ ഈ ചെടിയൊക്കെ നടുമ്പോൾ കോളേജ് പ്ലാന്റ് ആണെങ്കിലും ഈ ഒരു ബ്ലഡ് ലീഫ് പ്ലാന്റ് ആണെങ്കിലും ഇങ്ങനെ ഓരോന്നായിട്ട് ചട്ടിയിൽ നട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓരോന്നിന്നും കുറച്ച് നന്നായിട്ട് ഇതിങ്ങനെ പിടിച്ച് വരും. അപ്പോൾ നമുക്കങ്ങനെ കുത്തി കൊടുക്കാം. ഇപ്പം ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പോട്ടി മിക്സ് കൂടെ ഇട്ട് കൊടുക്കാം. പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം നമ്മൾ എപ്പോഴും ഇങ്ങനെയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാ സ്ഥലത്തേക്കും ആ പോട്ടി മിക്സ് ഒന്ന് ഫില്ലായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ചെടി ഇതിനകത്തേക്ക് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെടിയും കൂടി ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഹോളിൽ കൂടെ താഴേക്ക് വരുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിക്കണം. മിക്ക വീഡിയോയിലും ഞാനത് പറയാറുള്ളതാണ്. ഇപ്പം നമ്മൾ വെള്ളത്തിലാണ് വേര് പിടിപ്പിക്കാനായിട്ട് ചെടി വെക്കുന്നതെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് അതിനുശേഷം ഇങ്ങനെ സോയിലേക്ക് മാറ്റി ചട്ടിയിലേക്ക് നമുക്ക് മാറ്റി നടാവുന്നതാണ്. അതാണ് പൊതുവെ എളുപ്പം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെടികൾ പിടിപ്പിക്കാനായിട്ട്. കാരണം മണ്ണിൽ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ എല്ലാ ചെടികളും വേര് പിടിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഈ ഒരു ചെടിയൊക്കെ തന്നെ ആണെങ്കിലും ഞാൻ നേരിട്ട് മണ്ണിലേക്ക് നട്ടത് അത്ര കാര്യമായിട്ടൊന്നും വേര് പിടിക്കുക ചെടി അങ്ങനെ പിടിച്ച് വന്നിട്ടില്ല. അപ്പോൾ മാക്സിമം ചെടികൾ വെള്ളത്തിൽ തന്നെ റൂട്ട് വന്നതിന് ശേഷം മാറ്റി നടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരാഴ്ചയോളം നമുക്കിതിനെ ഷെയ്ഡിൽ തന്നെ വെക്കണം. ചെടി പിടിച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ മതി. ഏത് ചെടിയും പുതുതായിട്ട് നടുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്. അപ്പം ഞാൻ പൊതുവേ ഇങ്ങനെയാണ് ചെടികൾ വേര് പിടിപ്പിച്ചിട്ട് മണ്ണിലേക്ക് മാറ്റി നടാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അനുഭവം വെച്ച് എപ്പോഴും ചെടികൾ വേര് പിടിക്കാൻ എളുപ്പം വെള്ളത്തിൽ വേര് പിടിപ്പിക്കുന്നതാണ്. എല്ലാ ചെടികളും തന്നെ നമുക്ക് വെള്ളത്തിൽ വേര് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഞാൻ പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ കാണിച്ച ആ ഒരു വീഡിയോയിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ എന്താ പറയുക മണ്ണിൽ വെക്കുമ്പോൾ നമുക്കത് ചെടി വേര് പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് കുപ്പിയിലോ അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ് ബോട്ടിലുകളിലോ അങ്ങനെ എന്തെങ്കിലും
ഇതിലേക്ക് നമ്മളൊരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് ഒരു തണ്ട് കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ വേര് വരുന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആഴ്ചയിലൊരിക്കലും നമ്മൾ ആ വേര് വരുന്നത് വരെ ആഴ്ചയിലൊരിക്കലും നമ്മൾ ആ വെള്ളം മാറ്റി കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് ചെടി നന്നായിട്ട് അതിനകത്ത് വേര് പിടിച്ച് വരുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെടികൾ വേര് പിടിപ്പിച്ചിട്ട് സോയിലിലേക്ക് മാറ്റി നടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.